ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് UK വിസിറ്റിംഗ് വിസ എന്നുള്ളൊരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, നമ്മുടെ പാരൻസിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ അബിയുടെ പപ്പേനെയും മമ്മീനെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഒന്നും രണ്ടും തവണ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു വിസിറ്റിംഗ് വിസ പ്രൊസീജിയറിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർ വന്നപ്പോഴൊക്കെ വിസിറ്റിംഗ് വിസ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും കുറേ ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ആരെയൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആരെയൊക്കെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ പാരൻസിനെയും നമ്മുടെ ബ്രദറിനെയും സിസ്റ്ററിനെയും ആരെയും വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം ഇങ്ങോട്ടേക്ക്. പക്ഷേ അതിന് നമ്മൾ അവരിവിടെ വന്ന് തിരിച്ചു പോകും, അവർ തിരിച്ച് നാട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്, അവർ തിരിച്ചു പോകും എന്നുള്ളതിന് വ്യക്തമായ പ്രൂഫും രേഖകളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവരുടെ വിസ അപ്രൂവലായി കിട്ടുള്ളൂ. ഇപ്പോഴത്തെ മിക്ക ആൾക്കാരുടെയും വിസ റിജക്ഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ അവരിവിടെ വന്നാൽ തിരിച്ചു പോകുമോ എന്നുള്ളതിന് അവർക്ക് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളൊരു വിഷയം കൊണ്ടാണ് ഇത് റിജക്റ്റ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ പാരൻസിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ നാട്ടിൽ നിന്ന് UK കൊണ്ടുവരാം. ഇപ്പം നാട്ടിൽ നിന്ന് മാത്രമല്ല, ഗൾഫ് കൺട്രീസിൽ നിന്ന് ആയിക്കോട്ടെ, വേറെ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആപ്ലിക്കൻറ്റ്, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നയാൾ, ഇപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ പാരൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ ആരാന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്നയാളാണ് ആപ്ലിക്കൻറ്റ്. അപ്പം അവർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ ചെയ്ത ഒരു പ്രോസസ്സിങ് വെച്ചിട്ടാണ് കേട്ടോ. ഇതല്ലാതെ നമ്മുടെ പേരിലുള്ള സ്വത്ത്, നമ്മുടെ പേരിലുള്ള പേരും സ്ഥലമൊക്കെ കാണിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് ഇത്ര ഇതിൻ്റെ സ്വത്തുണ്ട്, അപ്പം ആ ഒരു പേപ്പർ വെച്ച് വിസയ്ക്ക് വെക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങളിപ്പോൾ ഒരു 4-5 തവണ വിസിറ്റിംഗ് വിസ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലെല്ലാം ഞങ്ങൾ ചെയ്തത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് കാണിച്ചിട്ടാണ് നമ്മൾ വിസിറ്റിംഗ് വിസ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം പാരൻസിൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ഒരാൾക്ക് 1500 പൗണ്ട് വെച്ച് അക്കൗണ്ടിൽ കാണിക്കണം. അതൊരു മിനിമം 6 മാസം, ഒരു 3 to 6 മന്ത് മതിയായിരിക്കും. ഞങ്ങൾ എപ്പോഴും 6 മന്ത് കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം 6 മന്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കുക. 1500 പൗണ്ട്, അതായത് നാട്ടിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അവരുടെ പേരിൽ ഉണ്ട് എന്ന് കാണിക്കുക. അതല്ല എങ്കിൽ അവരുടെ പേരിൽ സ്ഥലമോ എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക. പിന്നെ അവരുടെ പാസ്പോർട്ട്, ആധാർ കാർഡ്, പിന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നാട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറൊക്കെ നമ്മളിവിടെ വെക്കുവാണെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും. ഇതൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതൊന്നും അഡീഷണൽ അല്ല. മെയിനായിട്ട് വേണ്ടത് അവരുടെ പാസ്പോർട്ട്, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇനിയിപ്പം അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള മെയിൻ നമ്മൾ നാട്ടിലെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ്. ഇപ്പം പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയാണ് അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഇനിയിപ്പം ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്ന നമ്മളെ ഭാഗത്ത് നമ്മൾ അവരുടെ സ്പോൺസറായിട്ടാണ് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്പോൺസറിൻ്റെ അക്കൗണ്ടിലും ഇതേപോലെ തന്നെ ഒരു മെയിൻ്റനൻസ് എമൗണ്ട് കാണിക്കാനുണ്ട്. അപ്പം സെയിം, ഇപ്പം ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 1500 പൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അതല്ല ഇപ്പം എൻ്റെ 2 പാരൻറ്റിനെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 1500 വെച്ച് 3000 പൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ മെയിൻ്റനൻസ് ബാലൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട്, എൻ്റെ ഇവിടുത്തെ വിസ, ഇപ്പം ഈ വിസ ആയതുകൊണ്ട് ഈ വിസയുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഷെയർ കോഡൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൊടുക്കണം. അതേപോലെ തന്നെ എൻ്റെ COS, ഇവിടുത്തെ ഞാനിപ്പോൾ ഇവിടെ സ്കിൽഡ് വർക്കർ വിസയിലായതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അതിൻ്റെ ഒരു കോപ്പി വെക്കുക. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, നമ്മുടെ HR കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരും. അതായത് ഇന്നയാൾ ഇന്ന ഹോസ്പിറ്റൽ ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടും. അതേപോലെ തന്നെ നമ്മളായിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, അതായത് എൻ്റെ പാരൻറ്റിനെ അല്ലെങ്കിൽ എൻ്റെ ഇൻലോസിനെ ഞാൻ UK ക്ഷണിക്കുന്നു, ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് കുറച്ച് നാൾ നിൽക്കാനായിട്ട് അവരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടൊരു ഇൻവിറ്റേഷൻ ലെറ്റർ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ആ സ്പോൺസറിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും ഡോക്യുമെൻ്റ് 2 പേരുടെയും ഭാഗത്തു നിന്ന് റെഡിയായി വെച്ചതിന് ശേഷം നമ്മുടെ UKVA, UK ഗവൺമെൻറ് സൈറ്റിൽ UK വിസിറ്റിംഗ് വിസ എന്നും പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇത് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മുടെ ഒരു മെയിൽ ID വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ നമ്മളോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച്
കൊടുത്തതിന് ശേഷം നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു ഡൗട്ടാണ് എപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഈ രേഖകളൊക്കെ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അത്രയും പെട്ടെന്ന് ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് VFSൽ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഞങ്ങളെങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കും. VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നതിന് തലേദിവസം വരെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. അതായത് നമ്മുടെ ഈ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈമിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ കിട്ടുന്ന അന്ന് വരെ വെയിറ്റ് ചെയ്യേണ്ട ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് VFS അപ്പോയിൻമെൻറ്റ് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടുമെങ്കിലും അത് എളുപ്പമായല്ലോ. നിങ്ങൾക്ക് അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ VFS അപ്പോയിൻമെൻറ്റ് തൊട്ട് തലേന്ന് വരെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. അത് നമുക്ക് എത്ര ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. അതിലിപ്പം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോരോ സെക്ഷനായിട്ടാണ് വരുന്നത്. ഇപ്പം സ്പോൺസറിൻ്റെ, ഇപ്പം അക്കൗണ്ടിൻ്റെയും, അതായത് മണിയുടെ, അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിൻ്റെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വരും. അപ്പം ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് സെപ്പറേറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ സ്പോൺസറിൻ്റെ ഡോക്യുമെൻറ്റ് സെപ്പറേറ്റ് കൊടുക്കണം. അങ്ങനെ 2 സെക്ഷനായിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കും. VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന്, നമ്മളല്ല ആപ്ലിക്കൻ്റ്, ഇപ്പം നമ്മുടെ പാരൻ്റ് ആണെങ്കിൽ അവരവിടെ ചെന്ന് അവരുടെ BRP ബയോമെട്രിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നു. BRP അല്ല കേട്ടോ, ബയോമെട്രിക്കിൻ്റെ കാര്യങ്ങൾ, അതായത് ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് ചെയ്യുന്നു. അതിനുശേഷം പാസ്പോർട്ട് അവരവിടെ ഹോൾഡ് ചെയ്തിട്ട് 2-3 ആഴ്ചക്കുള്ളിൽ നമുക്ക് യൂഷ്വലി വിസ ഇത് കിട്ടും. അപ്പോൾ കുറച്ച് പേര് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് എത്ര നാളെടുക്കും വിസ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ മെയിൽ വന്നു, അല്ലെങ്കിൽ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് വന്നു, അത് റിജക്ഷൻ ആയിരിക്കുമോ എന്തായിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. ചില ടൈമിൽ ചിലപ്പം മാത്രം പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്മുടെ കൈ കിട്ടുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസിഷൻ ലെറ്റർ നമുക്ക് കിട്ടും. അങ്ങനെ യൂഷ്വലി അങ്ങനെ ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് റിജക്റ്റ് ആയി എന്നാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു സംഭവിച്ചത്. ഒരു തവണ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയായിരുന്നു. അത് ഫസ്റ്റത്തെ തവണ അപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയതിന് കാരണം, ഫസ്റ്റത്തെ അല്ല, 2ാമത്തെ തവണ അപ്ലൈ ചെയ്തപ്പോൾ കേട്ടോ. അതായത് അബിയുടെ മമ്മീനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പം അപ്ലൈ ചെയ്ത സമയത്ത് അത് ഫസ്റ്റിൽ റിജക്ഷൻ വന്നായിരുന്നു. അപ്പം അങ്ങനെ റിജക്ഷൻ വന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ലെറ്റർ വന്നായിരുന്നു, ഇതുപോലെ ഇന്ന റീസൺ കൊണ്ട് റിജക്റ്റ് ആണ്, കാരണം വന്നാൽ തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ വന്നായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും അപ്ലൈ ചെയ്തു, റീഅപ്ലൈ ചെയ്തപ്പോൾ അവരെന്താണോ അത് റിജക്ഷൻ ചെയ്യാനുണ്ടായിരുന്ന കാരണം അവർ പറഞ്ഞത് അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് കൊടുത്തത്. അപ്പം അതിലവർ പറഞ്ഞിരുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ തിരിച്ചു പോകുമെന്നുള്ള ഉറപ്പില്ല. അതുപോലെ തന്നെ ചില അക്കൗണ്ടിലെ ട്രാൻസാക്ഷനും നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ ഇത്രയും സർട്ടൻ എമൗണ്ട് കൂടുതലായിട്ട് വരുന്ന ട്രാൻസാക്ഷന് ചിലപ്പോൾ നമ്മൾ പ്രൂഫ് കൊടുക്കേണ്ടി വരും, ഇത് എന്തിൻ്റെ ട്രാൻസാക്ഷനാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതേപോലെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് വെച്ചത് അമ്മയ്ക്ക് നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നയാളാണ്. അപ്പം എന്താണെങ്കിലും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തിരിച്ച് നാട്ടിൽ ചെല്ലണം. കാരണം ഇവിടെ വന്നാൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഇത് താങ്ങാനുള്ള അത്രയും സാമ്പത്തിക ശേഷി നമുക്കില്ല. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ലെറ്ററും കൂടി ആഡ് ചെയ്തു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിസ്ചാർജ് പ്ലാനും നാട്ടിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെയൊക്കെ ഒരു ലെറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തപ്പം ഇവർക്ക് മനസ്സിലായി ഇവിടെ വന്നാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കില്ല, തിരിച്ചു പോകും എന്ന് മനസ്സിലായത് കൊണ്ട് സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്തപ്പം വിസ അപ്രൂവായി. പിന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മുടെ വിസ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു റീസൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നി, അതിന് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്പീൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെ വിസ അപ്രൂവായി കിട്ടിയവരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ റിജക്റ്റ് ആയിക്കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര എഗെയിൻ സെയിം പ്രോസസ്സാണ്. ഇതുപോലെ തന്നെ കാശ് ചിലവും സെയിം ആണ്. അപ്പം മാക്സിമം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം മാക്സിമം സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അന്നേരം തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം സ്പോൺസറിൻ്റെ കയ്യിൽ നിന്നല്ല, മെയിനായിട്ട് ആപ്ലിക്കൻറ്റിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതായത് കറക്റ്റായിട്ട് ആദ്യം തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞങ്ങൾ എക്സ്ട്രാ ഒരു ലെറ്ററും കൂടി വെക്കും കേട്ടോ എപ്പോഴും. ഇന്ന റീസണാണ് ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ രണ്ടാമത്തെ തവണ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പറയും ആദ്യം വന്നപ്പം ഇന്നതൊക്കെ ഉണ്ടായിരുന്നു, അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങളുടെ പ്ലാൻസ് ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ വരാൻ UK യിലുള്ളവർക്ക് അറിയാമായിരിക്കും.
ഇവിടെ ഗൾഫ് കൺട്രീസിൽ പോകുന്ന പോലെ അല്ല UK വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത്. നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ അറിയാൻ പോയി എല്ലാവരും ജോലി അന്വേഷിച്ച് അങ്ങനെ ജോലി കണ്ടുപിടിച്ചൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരുവാണെങ്കിൽ നിങ്ങൾ വന്നു, നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിൽ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ജോലി ചെയ്യാനോ ആ ജോലി അന്വേഷിച്ച് നടക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു, ഞങ്ങൾ UK വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഈ നേഴ്സുമാർ വന്ന് ഓസ്കി അറ്റൻഡ് ചെയ്യുന്നു, അതൊക്കെ വേറെയാണ്. അതല്ലാതെ ഉള്ള ജോബിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഓസ്കിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിലാണെന്നാണെങ്കിലും നമ്മൾ ഓസ്കി പാസ്സായവർക്ക് ഇത് കിട്ടും, എന്താണ് ഹോസ്പിറ്റലുകാർ കൊണ്ടുവരും. പക്ഷെ അതുപോലെയല്ല അല്ലാതെയുള്ള ഫീൽഡിലുള്ളത്. അല്ലാതെയുള്ള ഫീൽഡിലേക്ക് വരുന്നത് ഇവിടെ അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോബ് നോക്കൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ആക്ച്വലി ഇല്ലീഗലാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്താ, ഇത്രയൊക്കെയാണ് വിസിറ്റിംഗ് വിസേനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് വഴി ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വെക്കുമ്പം നിങ്ങൾ മെയിനായിട്ട് ഇത്രയും വെച്ചാൽ മതി. അതായത് നമ്മൾ ഫ്രം ഇന്നയാൾ, പിന്നെ എന്താണ് ലെറ്ററിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇന്നയാളെ സ്പോൺസർ ചെയ്യുന്നു. അതായത് ഞാൻ ചെറുതായിട്ടൊരു രൂപഘടന പറഞ്ഞുതരാം. അതായത് എൻ്റെ പാസ്പോർട്ട് നമ്പർ ഇന്നതാണ്, ഞാനിവിടെ ഇന്ന ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ വർക്ക് ചെയ്യുന്നയാളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്നു എന്നും കൂടി പറയുന്നു, എൻ്റെ എംപ്ലോയർ ആരാന്ന് പറയുന്നു, അത്രയും പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ പാരൻറ്റിനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മദറിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം മദറിനെ എന്ന് പറയുമ്പോൾ അവിടെ മദറിൻ്റെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, അതും കൂടി അവിടെ ആഡ് ചെയ്തിട്ട് മദറിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ചിലവ് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാനത് ചിലവെടുക്കാനും ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൂടി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്ര കുറേ പേർക്ക് ഡൗട്ടാണ് എന്താണ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ വെക്കേണ്ടത്. അപ്പോൾ ഇത്ര മാത്രം വെച്ചാൽ മതി ഇൻവിറ്റേഷൻ ലെറ്റർ. അല്ലാണ്ട് വേറെ വലിയ രൂപഘടനയൊന്നും വേണമെന്ന് ആവശ്യമില്ല. നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററും കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.